ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്തൊരു ട്രേഡിൻ്റെ റീക്യാപ്പ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ച് സൈക്കോളജി പാർട്ടും കവർ ചെയ്യാം. പിന്നെ ഒരു ഫാൻറ്റസി കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, ഓവർ പെർസെൻറ്റേജസ് ഒന്നും ഇല്ല. സിമ്പിൾ മാത്തമാറ്റിക്സ്, സിമ്പിൾ സ്ട്രാറ്റജി. ഞാൻ എങ്ങനെയാണ് ട്രേഡ് യൂസ് ചെയ്യുന്നത്, എൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാം. മലേഷ്യൻ SNRൻ്റെ കീ ലെവൽസിൽ യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ ഏറ്റവും ബേസിക് പ്രൈസ് ആക്ഷൻ, അതായത് മാർക്കറ്റിലെ പ്രൈസ് എന്താണ് ആക്ട് ചെയ്തത് എന്ന് കണ്ട് മനസ്സിലാക്കി അതിന് അക്കോർഡിംഗ്ലി ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ സ്ട്രാറ്റജീസും യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്ട്രാറ്റജീസും പഠിച്ചിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് കെയിം ടു എ ക്ലീൻ ആൻഡ് എ പെർഫെക്റ്റ് സിസ്റ്റം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് വേറെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയുന്നില്ല കേട്ടോ, ഇനി അതും പറഞ്ഞു വരണ്ട. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റാണ്. എന്താണ് ഈ ഗെയിം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ വന്നെത്തും. സോ എപ്പോഴും സിമ്പിളാക്കി കീപ്പ് ചെയ്യുക, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക ട്രേഡിംഗ് ജേണി. പിന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒന്ന് മാർക്കറ്റ് സ്ട്രക്ചറിനും പിന്നെ അതേപോലെ തന്നെ ഈ MSNR കീ ലെവൽസിനും. അതും ഒരു ടൈപ്പ് ഓഫ് SNR തന്നെയാണ്, ബേസിക് SNR തന്നെയാണ്. ഈ ഓപ്പൺ ക്ലോസ് എന്നൊക്കെ പറയുന്നതും ഒരു ബേസിക് SNR തന്നെയാണ്. അപ്പം ഇതേ കണക്ക് നമുക്ക് സിമ്പിളായിട്ട് മാർക്കറ്റിനെ വ്യൂ ചെയ്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് കുറയും. ഇതിലെ സർവൈവൽ റേറ്റ് നിങ്ങൾക്ക് കൂടും. അല്ലാതെ നാളെ വന്നിരുന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തൊട്ട് 100 കോടി 500 കോടി ഉണ്ടാക്കുന്നതെന്നല്ല പറയണത്. യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ദ ഗെയിം. അപ്പോൾ എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്ക് ട്രേഡിൻ്റെ ഒരു റീക്യാപ്പ് ചെക്ക് ചെയ്യാം. ഓക്കെ, കം. യെസ്. അപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള വീക്ക്ലി, മന്ത്ലി അതൊക്കെ റീഡ് ചെയ്തതിന് ശേഷം ടെക്നിക്കൽ ലെവൽസുകൾ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം സ്മോളർ ടൈം ഫ്രെയിംസിൽ സ്ട്രക്ചേഴ്സ് റീഡ് ചെയ്യേണ്ടുള്ളതും പ്രൈസ് റീഡ് ചെയ്യേണ്ടുള്ളതും നമുക്ക് അതേപോലെ തന്നെ മാർക്കറ്റിനകത്ത് എന്ത് ആക്ഷൻസ് എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളതും ഒരു ഐഡിയ നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ മന്ത്ലി നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഇവിടെ യാതൊരുവിധ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു കിസിങ് ക്യാൻഡിൽ നമുക്കിവിടെ ഫോം ആയിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ ക്ലോസ് ലെവൽ, ഇതിനാണ് കിസിങ് ക്യാൻഡിൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം ആ ഒരു ഓപ്പൺ ക്ലോസ് ലെവൽ അവിടെ ഫോം ആയിട്ടുണ്ട്. ഒരു ടെക്നിക്കലി അതൊരു സപ്പോർട്ടാണ് മാർക്കറ്റിൽ. അപ്പോൾ അത് ഇതുവരെ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. മിറ്റിഗേറ്റ് ചെയ്യാതെ ചെറിയൊരു റിജക്ഷനിൽ ഇവിടെ വന്നിട്ട് ഒരു ടൈപ്പ് ഓഫ് റിജക്ഷനിലാണ് ഈ മാർക്കറ്റ് ഇപ്പോൾ വീണ്ടും റൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ റിജക്ഷൻ എന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീക്ക്ലിയിലേക്ക് ടൈം ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു എൻഗൾഫിംഗ് പാറ്റേൺ അല്ലെങ്കിൽ എൻഗൾഫിംഗ് ക്യാൻഡിൽ സ്റ്റിക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ മാർക്കറ്റിൽ ഇവിടെ ഒരു എൻഗൾഫ് മാർക്കറ്റിലായിട്ടുണ്ട്. അതായത് ഇവിടെ നിന്നൊരു സ്പൈക്ക് ഇൻ വോളിയം, നല്ല രീതിക്ക് മാർക്കറ്റിലൂടെ വോളിയം കയറി ജനറേറ്റ് സ്ഥലമാണ്. ലാസ്റ്റ് നമുക്ക് സെല്ലേഴ്സിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടുമാണിത്. അപ്പോൾ ഇനി പ്രോബബ്ലി മാർക്കറ്റ് എപ്പോഴെങ്കിലും ഒരു റിജക്ഷനിലോ അല്ലെങ്കിൽ ഒരു കറക്ഷനിലോ ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബൈ മൂവ്മെൻറ്റ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഈജി സോണാണ്. ആൻഡ് ഇനി നമുക്ക് അതിൽ ഫിൽട്ടർ ചെയ്ത് ഞാൻ അതിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഡെയിലിയിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ EGയുടെ സോണിനുള്ളിൽ കാണാൻ പറ്റുന്ന കാര്യമാണ് ഈ ടെക്നിക്കൽ കീ ലെവൽസ്. അതായത് A ഷേപ്പ്, V ഷേപ്പ് എന്ന് പറഞ്ഞാൽ MSNRൻ്റെ ഏറ്റവും ബേസിക് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് SNR ലെവൽസാണ് ഈ എന്താ പറയുക A ഷേപ്പ്, V ഷേപ്പ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഒരു V ഷേപ്പ് അവിടെ, അതായത് ഒരു സപ്പോർട്ട് ലെവൽ ഫോം ആയതൊക്കെ കാണാൻ പറ്റും. അതും ഇൻസൈഡ് EG സപ്പോർട്ടീവ് കാര്യങ്ങളാണ് അതെല്ലാം നമുക്ക്. അപ്പോൾ ഇനി എന്താണ് ആസ് യൂഷ്വൽ തിങ്, ഇനി മാർക്കറ്റ് ഇതിൻ്റെയൊക്കെ മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗോ ഫോർ 1 hour. 1 hourൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഹ്യൂജ് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് എത്തിയതിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ ഒരു ലോങ് വേ ഇവിടുന്ന് കിട്ടിയ ഏറ്റവും എന്താ പറയുക ഈ ഒരു പീക്ക് ലെവലിൽ നിന്നായിരിക്കും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി സെൻറ്റർ ആയതും അതേപോലെ ലിക്വിഡിറ്റി ഫോം ചെയ്ത് മാർക്കറ്റിൽ ഏറ്റവും പീക്ക് വോളിയം വരെ എത്തി. ഇനി ഇവിടുന്ന് നമുക്ക് ലിക്വിഡിറ്റി ജനറേറ്റ് ആയേക്കുന്നത് സെൽ വോളിയമാണ് അല്ലേ. അത് നമുക്ക് കാണാൻ പറ്റും. പീക്ക് ലെവൽ ഓഫ് മാർക്കറ്റിൽ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, ഹ്യൂജ് എമൗണ്ട് പൈസ ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കറക്ഷനാണ്, ഇതൊരു ബെയറിഷ് ട്രെൻഡ് അല്ല. ബെയറിഷ് ട്രെൻഡ് ഒന്നും മാർക്കറ്റിൽ ഇതുവരെ ഒരു വലിയ ടൈം ഫ്രെയിമും കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അടുത്തൊരു ബിഗ് മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള ലിക്വിഡിറ്റി ഗ്രാബിന് വരുന്നതായിരിക്കാം. അത് തന്നെയായിരിക്കാം എപ്പോഴും സംഭവിക്കുന്നത്. അത് തന്നെയാണ് നമ്മളെന്താ പറയണത്, ഹയർ ഹൈ ഹയർ ലോസ്, ഹയർ ഹൈ ഹയർ ലോസ്, ലോവർ ഹൈ ലോവർ ലോസ്, ലോവർ ഹൈ. അപ്പോൾ ഇതേപോലത്തെ സ്ട്രക്ചേഴ്സ് ആണല്ലേ ഓരോ ലിക്വിഡിറ്റീസും ഗ്രാബ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തില്ല, ഇനി അടുത്തൊരു ഹൈ വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ലിക്വിഡിറ്റി വേണം. അതായത് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത് പൈസയാണ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. ആ മണി വരുമ്പോഴാണ് ഇതിനകത്ത് നമുക്ക് ഡയറക്ഷൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പുതിയ ഹൈസുകളോ ലോസുകളോ ഒക്കെ മേക്ക് ചെയ്യണത്. അപ്പം ഈ ഒരു ഹൈസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിനകത്ത് എന്താണ് ചിന്തിക്കുന്നത്, ഓക്കെ മാർക്കറ്റ് ഒരു ഹൈ കീപ്പ് ചെയ്തു, അപ്പോൾ ഒരു ചെറിയ കറക്ഷൻസ് ഉണ്ടാവും. ആ കറക്ഷൻ വന്ന് എൻഡ് ചെയ്യണത് ചിലപ്പോൾ ഏതൊരു ടെക്നിക്കൽ സോൺസിലായിരിക്കാം. ആ സോൺസിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഇനി നല്ലൊരു സ്പൈക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പുതിയൊരു ഹൈസ് ക്രിയേറ്റ് ആണെങ്കിൽ ഓക്കെ മാർക്കറ്റ് എന്താ നമ്മളത് പറയണത്, ഇനിയും മുകളിലേക്ക് പോകുവാണ്. അതായത് പ്രൈസ് നീഡ് ടു ഗോ ഹയർ ഹയർ ഹയർ. ബയേഴ്സാണ് മാർക്കറ്റിൽ അഗ്രസീവ്. അപ്പോൾ ഓരോ കറക്ഷൻസിലും ഓരോ ലിക്വിഡിറ്റി ഗ്രാബ് ഉണ്ടാവും. ഇനി ആ ലിക്വിഡിറ്റി ഗ്രാബ് എപ്പോഴാണോ റിവേഴ്സൽ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഹൈ, ഇനി സ്വാഭാവികമായിട്ട് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടുന്ന് ജനറേറ്റ് ആയിരിക്കുന്ന ലിക്വിഡിറ്റി ഇതൊരു കറക്ഷന് വേണ്ടിയല്ലായിരുന്നു, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അത് നമുക്ക് അനലൈസ് ചെയ്യാം. അതാണ് സിമ്പിൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്.
അല്ലാതെ ലിക്വിഡിറ്റീസും കാര്യങ്ങളും കൊണ്ടുവന്ന് നിങ്ങൾ എക്സ്ട്രാ ഇനി ഇതിനകത്തിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ മാർക്കറ്റിനെ കാണുക. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ നമുക്കിവിടെ 1 അവറിനകത്ത് ചാർട്ട് ഇട്ടു. 1 അവറിലേക്ക് നമ്മൾ സ്ട്രക്ചർ റീഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഫ്രെയിം 1 അവറാണ്. അപ്പോൾ ഡീപ്പായിട്ട് ഇനി നമ്മൾ ഈ 1 അവർ ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈസ് ആക്ഷൻ ഷിഫ്റ്റാണ്. അതായത് മാർക്കറ്റിൻ്റെ അകത്ത് ഒരു ബുള്ളിഷ് സോണിലേക്ക് വന്നു. ബുള്ളിഷ് സോണിൻ്റെ അകത്ത് നമ്മളൊരു റിഫൈൻഡ് ലെവൽസ് കണ്ടെത്തി. ആ ലെവൽസിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തു മാർക്കറ്റ്. ഇനി ഇവിടെ നിന്ന് മാർക്കറ്റിന് ഒരു റിവേഴ്സൽ പോയിൻ്റ് അഥവാ ഒരു പ്രൈസ് ആക്ഷൻ ബുള്ളിഷ്നെസ് ആക്ടിവിറ്റി വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ട്രേഡ് ബുള്ളിഷ്. ബിക്കോസ് ഇതെന്തായാലും ബുള്ളിഷ് സോണാണ്. മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ എൻറ്റയർലി ബുള്ളിഷാണ്. അപ്പോൾ എല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. വെറുതെ പോയിട്ട് അതിന് കൗണ്ടർ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയാണ് സോൺസിൽ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ പ്രൈസ് ആക്ഷൻ ഷിഫ്റ്റ് ഞാൻ മനസ്സിലാക്കണമെന്നും വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യമേ ട്രേഡിങ്ങിലേക്കൊക്കെ എൻ്റർ ആകുമ്പോൾ ആൾക്കാർ പിടിക്കുന്ന പോലെ നോർമൽ SNR ലെവൽസുകൾ അല്ലെങ്കിൽ നോർമൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണ്. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ റിജക്റ്റ് ചെയ്തു, ഇവിടെ റിജക്റ്റ് ചെയ്തു, ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ആ 2 റിജക്ഷൻസ് നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ വി ഹാവ് സം സപ്പോർട്ട്സ് ചെയ്യുക ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട്, ബ്രേക്ക് മീൻസ് സെല്ലേഴ്സ് എൻ്റർ ദ മാർക്കറ്റ്. എന്താ മാർക്കറ്റ് പറയണത്? ഈ നീറ്റ് ഗോ ഡൗൺ, ഇനിയും താഴേക്ക് വരണം. സെല്ലേഴ്സ് മാർക്കറ്റിനെ പുഷ് ചെയ്യുന്നു, കൺഫർമേഷൻ തന്നിട്ടുണ്ടല്ലേ, സെല്ലേഴ്സിൻ്റെ പ്രസൻസ് മനസ്സിലാക്കി. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോണത്. ലുക്ക്, വി ഹാവ് എ റിജക്ഷൻ ഹിയർ. എന്ത് സംഭവിച്ചു? സെല്ലേഴ്സ് മാർക്കറ്റിനെ പുഷ് ചെയ്തു. മാർക്കറ്റ് കുറച്ചും കൂടെ താഴേക്ക് പോകുന്നു. ഇനി അറ്റ് എനി പോയിൻ്റ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിക്കവർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബൈസ് എക്സിക്യൂട്ട് ചെയ്യും. കാര്യം ഇതൊരു സിമ്പിൾ പ്രൈസ് ആക്ഷൻ ലെവലിൽ നമ്മൾ റീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് നേരത്തെ ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു, സെല്ലേഴ്സ് പുഷ് ചെയ്തു. വീണ്ടും ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു, സെല്ലേഴ്സ് ക്ലോസ് ഡൗൺ ചെയ്തു. ഒരു ചെറിയ എമൗണ്ട് ഓഫ് ബയേഴ്സിനെ അവിടെ പിന്നെയും കണ്ടു. അതൊരു സ്മോൾ ടൈപ്പ് ഓഫ് കറക്ഷനാണ് ഈ ബ്രേക്കിന് ശേഷം. പിന്നെയും ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്താണ് വന്നേക്കുന്നത്? വീണ്ടും ഹ്യൂജ് സെല്ലേഴ്സ് വോളിയമാണ്. അതായത് ഇവിടുന്ന് ഈ കാണിച്ചിരുന്ന ഇൻഡിക്കേഷൻ സെല്ലേഴ്സ് തന്നെയാണ് എന്നുള്ള പ്രൂവിംഗ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ സോണായിട്ട് മാറിയിട്ടുണ്ട് മാർക്കറ്റിൽ. ഇനി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈസ് ഈ ഒരു പർട്ടിക്കുലർ റീസെൻറ്റ് മേക്ക് ചെയ്ത സെൽ സോണിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഒരു പ്രൈസ് ആക്ഷൻ ബോഡി ഷിഫ്റ്റ്, അതായത് പ്രൈസ് ആക്ഷൻ ബോഡി ക്ലോസിങ്, മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നതെങ്കിൽ ഐ വിൽ പ്ലാൻ എ ട്രേഡ് ഫ്രം ഹിയർ, put my SL here 1:2 അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് അടുത്തൊരു വീക്ക്ലി ലെവൽസിൽ വരെയോ ടാർഗറ്റ് ചെയ്യാം. ഇവിടെ ഒരു വീക്ക്ലി ലെവൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. വി ഹാവ് എ വീക്ക്ലി ലെവൽ ഹിയർ. അതൊരു A ഷേപ്പാണ് അല്ലേ. ലൈൻ ചാർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ കാണാൻ പറ്റും, ഒരു A ഷേപ്പാണ്. അപ്പോൾ അതൊരു വീക്ക്ലി ലെവലിലേക്ക് വരെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. സോ ടിൽ ഹിയർ റൈറ്റ്. ഇതൊരു നല്ല ഗുഡ് ട്രേഡാണ്. അപ്പോൾ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺ നമുക്ക് ഈ സ്ട്രക്ചേഴ്സാണ് ഏറ്റവും മെയിനായിട്ട് വന്നത്. ആഫ്റ്റർ മിറ്റിഗേഷൻ ഒരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ സ്വിങ്ങിലേക്ക് മാർക്കറ്റ് എൻ്റർ ആകുമ്പോൾ വരുമ്പോൾ എന്താണ് ഒരു ക്ലീൻ ബുള്ളിഷ് റാലി നമുക്ക് ഇവിടുന്ന് തരണം മിറ്റിഗേഷന് ശേഷം. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ 1 അവറിൽ കിട്ടുമ്പോൾ ഡൗട്ട്സുകൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 30 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എൻ്റെ സ്ട്രക്ചർ കാണാൻ പറ്റും. കണ്ടില്ലേ? ബുള്ളിഷ് ആക്ടിവിറ്റി, സെല്ലേഴ്സ് പ്രസൻസ്, സെല്ലേഴ്സിൻ്റെ റീകറക്ഷൻ, അതായത് ബയേഴ്സിൻ്റെ എൻട്രിയാണ്. പക്ഷേ അത് സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ സോണിൻ്റെ മേഖലയിലേക്ക്. ഹ്യൂജ് സെല്ലേഴ്സ് ഇമ്പാക്റ്റ്. ആ ഹ്യൂജ് സെല്ലേഴ്സ് ഇമ്പാക്റ്റിനകത്ത് നിന്ന് ലാസ്റ്റ് നോക്കി മാർക്കറ്റ് റിക്കവർ ആവുന്നു. ഈ ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ആ സോണിൻ്റെ മേഖലയിൽ ഹോൾഡ് ആവുന്നു. ഇതൊക്കെ ഏറ്റവും വലിയൊരു ബുള്ളിഷ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഞാനിപ്പോൾ SL കീപ്പ് ചെയ്ത സ്പോട്ട് ഇതാണ്. ഈ ഒരു ലാസ്റ്റ് റീസെൻറ്റ് ലോ ഇവിടെ നിന്നാണ് പീക്ക് റിജക്ഷൻ ബ്രേക്കൗട്ട്. അപ്പം ഈ ഒരു ട്രേഡ് ഞാൻ ഇവിടുന്ന് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ SL ഇവിടെ കൊടുക്കാം, ഈ ഒരു ഏരിയ വരെയോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഫൗണ്ട് ചെയ്ത ബ്രേക്കൗട്ട്സ് നമുക്ക് എപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക 1 അവറിലായിരിക്കണം. ദിസ് ഈസ് അവർ ബ്രേക്കൗട്ട് റൈറ്റ്. എൻട്രി എടുക്കുമ്പോൾ 30 മിനിറ്റിൽ നമ്മൾ SL കീപ്പ് ചെയ്യാൻ വേണ്ടി സ്ട്രക്ചേഴ്സ് റീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ട്. ആ റിജക്ഷൻ്റെ താഴെയോ ഈ റിജക്ഷൻ്റെ താഴെയോ നമുക്ക് SL കീപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ വരെ വയ്ക്കുവാണെങ്കിൽ ഒരു 1:1.83. ഈ ട്രേഡ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മിക്ക മെമ്പേഴ്സുകളും അത് കോപ്പി ചെയ്തിട്ടുണ്ട്. സോ അല്ല, ഞാൻ ട്രേഡ് ചുമ്മാ വന്ന് റീക്യാപ്പ് ചെയ്യുകയല്ല, ഞാൻ എടുത്ത റിസൾട്ട് ഞാനിവിടെ കാണിക്കാം. ആൻഡ് എവറിത്തിങ് ഞാനിത് എടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നമ്മളെ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുന്നതായിരിക്കും. ഇഫ് യു വോണ്ട് ടു ജോയിൻ ദ കമ്മ്യൂണിറ്റി, ദ ലിങ്ക് ഈസ് ഓൺ മൈ ഡിസ്ക്രിപ്ഷൻ. ക്ലിക്ക് ചെയ്യാം, ജോയിൻ ചെയ്യാം. നോട്ട് കമ്പല്ലിങ് എനിവൺ, ആവശ്യമുള്ളവർ മാത്രം, നിർബന്ധമൊന്നുമില്ല അതിനകത്ത്. ഓക്കെ. അപ്പം ഇതേപോലെ സിമ്പിളായിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുക, ടെക്നിക്കൽ ലെവൽസിൽ റീഡ് ചെയ്യുക. ഇപ്പം നമുക്കിവിടെ എക്സിറ്റിംഗ് റീസൺ നമുക്കിവിടെ ഉണ്ടല്ലേ, ഇത് വീക്ക്ലി റെസിസ്റ്റൻസിലായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോബബ്ലി മാർക്കറ്റിന് ഇപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇതൊരു വീക്ക്ലി ലെവൽ തന്നെയാണ്. അവിടെ നിന്ന് എക്സിറ്റ് അല്ലെങ്കിൽ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക്ലി ലെവൽ ഇവിടെ റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ വീക്ക്ലി റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റിൽ ചിലപ്പോൾ സെല്ലിങ് ആക്ഷൻസ് ഉണ്ടാവാം. അതാണ് ഇപ്പോൾ ഈ കാണുന്ന ആക്ഷൻസ് അല്ലേ. ഇവിടെ നിന്നപ്പോൾ തന്നെ മാർക്കറ്റ് എന്താ ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാർക്കറ്റ് വന്നതിന് ശേഷം നമുക്കൊരു പീക്ക് റിജക്ഷൻസും കാര്യങ്ങളും കാണാൻ പറ്റും. അതായത് നോക്കി ഈ ഒരു സ്പോട്ടിൽ സെല്ലേഴ്സ് പ്രസൻസ്
വീക്ക്ലി റെസിസ്റ്റൻസ് ലെവലാണ്, എപ്പോൾ വേണമെങ്കിലും സെല്ലിങ്സ് ഇറക്കാം. അപ്പോൾ ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെല്ലിങ് സ്പോട്ട് ചെയ്യായിരുന്നു. റൈറ്റ്, 1:2 ഈസി സെൽ. പക്ഷേ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് നിൽക്കുന്ന മാർക്കറ്റിനകത്ത് നമുക്കൊരിക്കലും കൗണ്ടർ ട്രേഡ്സ് നോക്കാതിരിക്കുകയാണ് നല്ലത്. പ്രോബബിലി മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ മേക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട്സ് ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അതാണ് തിരിച്ച് നമുക്കൊരു റീബ്രേക്കിംഗ് കിട്ടിയിട്ടുണ്ട്. പ്രോബബിലി ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കറക്ഷൻ വന്ന് മാർക്കറ്റിനകത്ത് നമുക്കൊരു നല്ലൊരു പ്രൈസ് ആക്ഷൻ ഇവിടെ തന്നതിന് ശേഷം അടുത്തൊരു ഹൈ കൂടെ തന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ബുള്ളിഷ് റാലിയിലേക്ക് കണ്ടിന്യൂ ചെയ്യുവാണ്. സോ ലൈക്ക് ദാറ്റ് ഇത് കണക്ക് നമുക്ക് ഓരോ ട്രേഡ്സുകൾ പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, എപ്പോഴും എടുക്കുന്ന ഓരോ ട്രേഡ്സിനും ഓരോ ലോജിക്ക് ഉണ്ടാവണം. അല്ലാതെ ചുമ്മാ കാണുന്നിടത്ത് പോയിട്ട് ചെറിയ ടൈം ഫ്രെയിം ഇട്ടിട്ട് എല്ലാ ട്രേഡും ചെയ്യാതെ ഹയർ ടൈം ഫ്രെയിംസ് യൂസ് ചെയ്ത് ഇതേപോലത്തെ ട്രേഡ്സുകൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ സർവൈവൽ റേറ്റ് കൂടും, നിങ്ങളിതിൽ സർവൈവ് ചെയ്യും. സോ ദിസ് ഈസ് ഓൾ. ഇതിൽ ഡൗട്ട്സുകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. We can fix it out. Okay, see ya.